എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ചെലവ് ചുരുക്കി ഇന്റീരിയർ ചെയ്യാം, അല്ലെങ്കിൽ ഇടത്തരക്കാർക്കും സാധാരണക്കാർക്കും അഫോർഡബിൾ ആയ റേറ്റിൽ എങ്ങനെ ഇന്റീരിയർ ചെയ്യാം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനൊരു കാരണമുണ്ട്. 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. 8 ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയർ അടക്കം പൂർണ്ണമായി തീർന്ന ഒരു വീടിനെ പറ്റി. അതിന് നല്ല പ്രതികരണമാണ് ലഭിച്ചത്. ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. അതിൽ കുറച്ച് അധികം ആളുകളുടെ ആവശ്യമായിരുന്നു എങ്ങനെ ചെലവ് ചുരുക്കി ഇന്റീരിയർ ചെയ്യാം എന്നുള്ളത്. അതിനുള്ള ഉത്തരവാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. നമുക്കറിയാം, ഇന്ന് ഇന്റീരിയർ വർക്കുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് മറൈൻ പ്ലൈവുഡുകളാണ്. BWP 710 ഗ്രേഡിലുള്ള മറൈൻ പ്ലൈവുഡുകളെ കൃത്യമായി ഇന്റീരിയർ വർക്കുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെ വെല്ലാം വേറൊരു മെറ്റീരിയലേ ഇല്ല എന്ന് പറയാം. അതുപോലെ ക്വാളിറ്റിയുള്ള 2 മെറ്റീരിയലുകളാണ് WPC ബോർഡുകളും PVC ഫോം ബോർഡുകളും. ഇത് നല്ല ഡെൻസിറ്റി ഉള്ള ബോർഡുകൾ ഇന്റീരിയർ വർക്കിന് വളരെ അനുയോജ്യമാണ്. എന്നാൽ മുൻപ് പറഞ്ഞ ഈ WPC ബോർഡുകളും PVC ഫോം ബോർഡുകളും അതുപോലെ മറൈൻ പ്ലൈയും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് തീർത്ത് ചെലവ് ചുരുക്കി ഇന്റീരിയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് മൂന്നും അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന മെറ്റീരിയലുകളാണ്. പിന്നീട് അല്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന 2 മെറ്റീരിയലുകളാണ് പ്രീ ലാമിനേറ്റഡ് MDFകളും അതുപോലെ തന്നെ പ്രീ ലാമിനേറ്റഡ് പാർട്ടിക്കിൾ ബോർഡുകളും. നമ്മുടെ റെഡിമെയ്ഡ് ഫർണിച്ചറുകളിൽ 90% ഇത് ഉപയോഗിച്ചാണ് ചെയ്തു വരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇത് മികച്ച ഫിനിഷിങ്ങിനോടൊപ്പം തന്നെ വളരെ റേറ്റ് കുറച്ച് കിട്ടും എന്നുള്ളതാണ്. ഈ 2 മെറ്റീരിയലുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഇത് സോഫ്റ്റ് വുഡുകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടമാനം തണുപ്പുള്ള പ്രദേശങ്ങളിൽ അതുപോലെ ഈർപ്പുള്ളിടത്തൊന്നും ഇത് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൾജ് ചെയ്ത് വരിക, അത് പൂപ്പലിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 100% ഇന്റീരിയറിന് യോജിച്ച ഒരു മെറ്റീരിയൽ ആണെന്ന് പറയാൻ കഴിയില്ല. വീട് പണിയുടെ അവസാന സ്റ്റേജൊക്കെ എത്തുമ്പോഴായിരിക്കും ഒരുപാട് ആളുകളും ഫർണിച്ചറെ പറ്റിയും അതുപോലെ ഇന്റീരിയറെ പറ്റിയൊക്കെ ചിന്തിക്കുന്നു. ആ സമയത്ത് പണത്തിനൊക്കെ അല്പം ഞെരുക്കമുള്ള സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെ റെഡിമെയ്ഡ് ഫർണിച്ചറുകളും അതുപോലെ ഈ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചുള്ള ഇന്റീരിയർ വർക്കും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ പ്രദേശത്തിന്റെ സാഹചര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കണ്ടമാനം തണുപ്പും ഈർപ്പവും ഒക്കെ ഉള്ള പ്രദേശമാണെങ്കിൽ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതല്ല, ഈ പ്രശ്നങ്ങളൊന്നും ഈർപ്പത്തിന്റെ പ്രശ്നങ്ങളോ തണുപ്പിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്ത മേഖലയും അതുപോലെ ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിൽ വളരെ ദയവായിട്ട് വളരെ ചെലവ് ചുരുക്കി ഇന്റീരിയർ ചെയ്യാനുള്ള ഒരു മാർഗവുമാണ് ഈ മെറ്റീരിയലുകൾ. ഇപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ചെലവ് ചുരുക്കി ഇന്റീരിയർ ചെയ്യാനും കഴിയണം, എന്നാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാനും പറ്റത്തില്ല. കാരണം എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇട്ട് ചെയ്തേച്ച് 3-4 വർഷം കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഇട്ട് വേണം നമ്മൾ ഇന്റീരിയർ ചെയ്യാൻ. അങ്ങനെ ഒരു മെറ്റീരിയലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന്റെ പേരാണ് ഹാർഡ്വുഡ് ഫൈബർ ബോർഡുകൾ അല്ലെങ്കിൽ HFC ബോർഡുകൾ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും ഹാർഡ്വുഡുകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെങ്തും കരുത്തും സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയും അതോടൊപ്പം തന്നെ വെള്ളത്തെ ഈർപ്പത്തെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷിയുമുള്ള ബോർഡാണ് നമ്മുടെ ഈ HFC ബോർഡുകൾ. ഇത് ഉപയോഗിച്ച് കിച്ചൺ അടക്കമുള്ള എല്ലാ ഇന്റീരിയർ വർക്കും ചെയ്യാനും കഴിയും. ഇനി നമുക്ക് ഈ HFC ബോർഡുകളെ ഒന്ന് പരിചയപ്പെടാം. ഇത് 2 തരത്തിലാണ് കിട്ടുന്നത്. പ്ലെയിൻ ബോർഡുകളായിട്ടും പ്രീ ലാമിനേറ്റഡ് ബോർഡുകളായിട്ടും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഈ പ്ലെയിൻ ബോർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറൈൻ പ്ലൈയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മൈക്ക ലാമിനേറ്റ് ചെയ്ത് ഇന്റീരിയർ വർക്കുകളിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ WPCയിലും PVC ബോർഡിലും ഒക്കെ ചെയ്യുന്ന പോലെ PU പെയിന്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. പിന്നീടുള്ളത് പ്രീ ലാമിനേറ്റഡ് ബോർഡുകളാണ്. ഇത് ഏകദേശം 30ഓളം കളറുകളിൽ അവൈലബിൾ ആണ്. വുഡ് ഗ്രെയിൻസും അതുപോലെ സോളിഡ് കളറുകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ മാറ്റ് ഫിനിഷിലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ HFC ബോർഡുകളെ പറ്റി പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു MDFന്റെ ഒക്കെ കാറ്റഗറി വരുന്ന ഒരു മെറ്റീരിയലാണ്. എന്നിരുന്നാലും നോർമൽ MDFോ അതുപോലെ HDFോ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാനേ കഴിയില്ല. ഇത് പൂർണ്ണമായിട്ടും ഹാർഡ്വുഡുകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. എന്നിരുന്നാലും ഈ വീഡിയോ കാണുന്ന പലർക്കും സംശയം തോന്നിയേക്കാം, ഇതൊക്കെ വെച്ചിട്ട് കിച്ചണൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. നമ്മൾ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമുക്കിത് കൃത്യമായിട്ട് ഇനി ഒന്ന് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ കാണുന്ന 3 പീസുകൾ, ഇത് 3ഉം നമ്മൾ ഒരാഴ്ചത്തേക്ക് വെള്ളത്തിലിട്ട് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്തതാണ്. അതിൻ്റെ അകത്ത് ഈ പ്ലെയിൻ പീസ് ഇതിപ്പോൾ നമ്മൾ എടുത്തതുള്ളൂ. ഇത് വളരെ ചെറുതായിട്ട് വികസിച്ച് കാണാം. അതായത് നമ്മൾ വെള്ളത്തിലിടാത്ത ഒരു പീസുമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേനും വളരെ ചെറുതായിട്ട് വണ്ണമൊന്നുമില്ല, അതിൽ താഴെ വികസിച്ചിട്ടുണ്ട്. നമുക്കറിയാം മറൈൻ പ്ലൈ ആണെങ്കിലും വുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണെങ്കിലും അത് വുഡ് ആണെങ്കിൽ കൂടി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വികസിക്കും. അത് മാത്രം ഇതിന് സംഭവിച്ചിട്ടുണ്ട്. ഇത് 2 ദിവസം നമ്മൾ പുറത്ത് വെച്ച് കഴിയുമ്പോൾ പൂർവ്വസ്ഥിതിയിൽ എത്തുകയും ചെയ്യും. ഇനി നമ്മുടെ പ്രീലാമിന്റെ പീസ്, ഈ പ്രീലാമിന്റെ പീസും നമ്മൾ വെള്ളത്തിലിടാത്തൊരു പീസുമായിട്ട് വെച്ച് ഇങ്ങനെ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് വികസിച്ചിട്ടുണ്ട് ഇതിനും. അത് നമുക്ക് ഇതിനെ നോക്കുമ്പോൾ അറിയാം, ഈ സൈഡ് വഴി മാത്രമാണ് അത് വന്നേക്കുന്നത്, അകത്തേക്കൊന്നും വന്നിട്ടുമില്ല. ഇനി നമുക്ക് ഈ പീസ് നമ്മൾ പാനൽ സോ മെഷീനെ 4 സൈഡ് കട്ട് ചെയ്തിട്ട് 4 സൈഡും ഓട്ടോമാറ്റിക് ത്രൂ ഫീഡ് മെഷീനെ എഡ്ജോയിന്റ് ചെയ്തിട്ടാണ് വെള്ളത്തിലിട്ടെ. അപ്പം ഇതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇട്ടപ്പോഴും എടുത്തപ്പോഴും ഒരുപോലെയാണ് കിടക്കുന്നത്. ഞാൻ ഇതിലൂടെ നിങ്ങളുടെ അടുത്ത് 2 കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്.
അതായത് ഒന്നാമത്തേതാണ് ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി. ഞാൻ പറഞ്ഞു 4 സൈഡ് ജോയിൻറ്റ് ചെയ്ത് വെച്ചാണ് ഈ പീസ് വെള്ളത്തിലിട്ടതെന്ന് പറഞ്ഞു. ഇതിനൊരു മാറ്റവും സംഭവിച്ചില്ല. അതേസമയം നമ്മുടെ പാർട്ടിക്കൽ ബോർഡോ അതെയോ MDFോ അതുപോലെ തന്നെ HDF ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. ഇങ്ങനെ ചെയ്ത് വെള്ളത്തിലിട്ടാൽ പോലും ആ തണുപ്പ് അടിച്ച് വികസിക്കും. അത് വികസിക്കാതിരിക്കുന്നത് ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മൾ ഈ എഡ്ജ് ബാൻഡ് ചെയ്യാത്ത പീസ് ഇട്ട സമയത്ത് വളരെ ചെറുതായിട്ട് വികസിച്ച് നമ്മൾ കണ്ടു. നമ്മളത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇത് അതേസമയം നമ്മളിത് മാനുവലായിട്ട് കട്ടറിന് കട്ട് ചെയ്ത് കൈക്ക് എഡ്ജ് ബാൻഡ് ചെയ്താണ് വെള്ളത്തിലിട്ടിരുന്നതെന്ന് വിചാരിച്ചു, ഉറപ്പായിട്ടും വികസിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് സൈഡ് കറക്റ്റായിട്ട് പോകും, ഈ അടി സൈഡ് മൊത്തം ചിപ്പിങ്, അതായത് നടന്ന് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുവഴി വെള്ളം അകത്തേക്ക് കയറും, അപ്പോൾ അതിന് പ്രശ്നം വരും. അതുപോലെ മറൈൻ പ്ലേ ഒക്കെ ഉപയോഗിച്ച് ഇൻറ്റീരിയർ ചെയ്യുന്നവരും ഇതുപോലെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കാണാം. അതായത് ആ കാണുന്ന ഫ്രണ്ട് സൈഡ് മാത്രമായിരിക്കും അവർ എഡ്ജ് ബാൻഡ് ചെയ്യുന്നത്. നമ്മൾ ഇൻറ്റീരിയർ വർക്കുകളിൽ എത്ര പീസുകൾ ഉപയോഗിക്കുന്നു അത്രയും പീസുകളും 4 സൈഡ് എഡ്ജ് ബാൻഡ് ചെയ്യണം. അതായത് 2 സൈഡിൽ ലാമിനേഷനും വേണം, 4 സൈഡ് കൃത്യമായി എഡ്ജ് ബാൻഡ് ചെയ്യണം. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. എത്ര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്താലും നമ്മുടെ വർക്കും അതിനുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ടോട്ടൽ ആ വർക്കിന് ഒരു ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടില്ല. ഇനിയും നമുക്ക് ഈ പീസുകളൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ വെള്ളത്തിലിട്ട പ്ലെയിൻ പീസും അതുപോലെ തന്നെ ഈ പ്രീ ലാമിനേറ്റിൻ്റെ പീസും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇതിൻ്റെ അകത്ത് വെള്ളം എന്തേരം കയറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ ചെറുതായിട്ട് മാത്രമാണ് വെള്ളത്തിൻ്റെ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഉണ്ട് ഇപ്പോൾ ഇലാമിൻ്റെ പീസൊക്കെ ആ സൈഡ് വഴി മാത്രമേ വെള്ളം പിടിച്ചിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ വളരെ സൈഡിൽ കൂടെ വളരെ നേർത്തതായിട്ടൊന്ന് ബൾജ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ, അവിടെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അപ്പം ഇത് നമുക്ക് ധൈര്യമായിട്ട് കിച്ചൺ അടക്കമുള്ള എല്ലാ വർക്കുകൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. യൂണിസൺ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു സൈറ്റിലും ഒരു പ്രശ്നവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ മെറ്റീരിയലിനെ പറ്റി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നേരിട്ട് വരാവുന്നതാണ്. നമുക്ക് അതിൻ്റെ സാമ്പിൾ പീസും കൊടുക്കാം. നമ്മൾ ചെയ്ത പോലെയൊക്കെ നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം അതിനുള്ള അവസരമുണ്ട്. നമുക്കിനി ഈ HFP ബോർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മിനിമലായിട്ട് ഒരു 2 BHK ഇൻറ്റീരിയർ ചെയ്യുന്നതിന് എന്ത് കോസ്റ്റ് ആകും എന്ന് നോക്കാം. അപ്പോൾ ഈ 2 BHKയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞാൻ പറയാം. 75 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു മോഡുലാർ കിച്ചണാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം നോർമൽ പാക്കേജുകളിലൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തുന്നത് 50 സ്ക്വയർ ഫീറ്റിൻ്റേതായിരിക്കും. നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 75 സ്ക്വയർ ഫീറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കോമൺ വാഷ്, അതുപോലെ TV യൂണിറ്റ്, പിന്നീട് ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേന് 2 വാൾഡ്രോബുകളാണ്. അതിൻ്റെ തള്ള് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്ററാണ്, വീതി വരുന്നത് 150, ഹൈറ്റ് 210. നോർമലി ഇത് 120ഉം 45ഉം കൊടുത്ത് ചെയ്യുന്നുണ്ട്. അതായത് 120 ആയിരിക്കും വീതി. അങ്ങനെ വരുമ്പോഴത്തേനും 3 ഡോർ ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് സ്പേസ് അധികം കിട്ടത്തില്ല. നമ്മളിവിടെ കൊടുത്തേക്കുന്നത് 150 അതുപോലെ ഡെപ്ത് 50 കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷർട്ടൊക്കെ ഹാങ് ചെയ്തിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ചുളുങ്ങുന്ന കാണാം. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ 50 തള്ളു കൊടുത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 ക്യൂൺ സൈസ് കോട്ടാണ് വരുന്നത്. ക്യൂൺ സൈസ് കോട്ട് 4 സൈഡ് ടേബിളും വരുന്നു. അതുപോലെ തന്നെ സ്റ്റോറേജ് ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ 5 കിച്ചൺ ആക്സറീസുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 3 ടാൻഡം ബോക്സുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ഒരു വേസ്റ്റ് ബിൻ ഹോൾഡറും ഡിറ്റർജന്റ് ഹോൾഡറും വരുന്നു. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹാർഡ്വെയറുകളെല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇഞ്ചസും സ്ക്രൂവും എല്ലാം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ MS ഒക്കെ ഇട്ട് ചെയ്യാം. നമ്മൾ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ആണെങ്കിൽ പോലും MS ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വർഷം കഴിയുമ്പോഴത്തേനും വീട്ടുകാർ നമ്മളോട് പറയാറുണ്ട് തുരുമ്പിച്ചെന്ന്. പക്ഷേ നമുക്കതിന് വാറണ്ടി കിട്ടത്തില്ല. ആ കമ്പനികളെല്ലാം അതിന് ഫങ്ഷണൽ വാറണ്ടി മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യുന്നതാണ് നല്ലത്. അതിൻ്റെ അകത്ത് ഈ മെയിൻ ബ്രാൻഡുകൾക്കൊക്കെ 304 ഗ്രേഡിലുള്ള ഇഞ്ചസുകളുണ്ട്. അത് വരുമ്പോഴത്തേനും ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് ഈ MS-ൻ്റെ റേറ്റിൽ തന്നെ SS കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് പറയുമ്പോൾ നമുക്ക് പോയി മാറിക്കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പം നമുക്ക് വിശ്വാസമാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് അത് കളഞ്ഞ് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. അതിൻ്റെ പൈസ നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത് മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു കാര്യം ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞേക്കാം. നമുക്ക് ഏത് ബ്രാൻഡ് ചെയ്യുന്നതിനും കൂടെ ഒരു പ്രശ്നമില്ല. ഹെറ്റിച്ചോ, ഹാഫ്ടയോ, ക്ലീക്കോ, ബ്ലമ്മോ, അതുപോലെ എപ്പോയോ, ഏത് കസ്റ്റമർക്ക് ഏതാണോ ആവശ്യം അതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ ബഡ്ജറ്റായിട്ട് ചെയ്യുമ്പോഴത്തേനും നല്ല ക്വാളിറ്റിയിൽ ഏതാണോ പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നത് അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെയുള്ള ബഡ്ജറ്റായിട്ടുള്ളത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ 2 BHK ഫുള്ളായിട്ട് ചെയ്തു വരുമ്പം ആകുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 2,98,000 രൂപയാണ്. അതുകൂടാതെ യൂണിസൺ ഇതിന് 15 വർഷത്തെ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നു.
അതുപോലെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തെറ്റായിട്ടുള്ള ഒരു വിവരങ്ങളും നമ്മുടെ ഈ ചാനലിൽ കൂടെ പുറത്തു വിടത്തില്ല. നമ്മളൊരു മെറ്റീരിയലിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കിയിട്ട്, അത് വെറുതെ മനസ്സിലാക്കിയല്ല, നമ്മൾ അത് ആ മെറ്റീരിയൽ വെച്ച് വർക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുള്ളൂ. അതുപോലെ തെറ്റായിട്ടുള്ള ഒരു വിവരങ്ങളും നമ്മുടെ ഈ ചാനലിൽ കൂടെ പുറത്തു വിടുന്നതല്ലായിരിക്കും. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെലവ് ചുരുക്കി ഇന്റീരിയറിനെ പറ്റിയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അപ്പം ഇതുപോലെ പ്രയോജനകരമായ വീഡിയോകൾ മാത്രം ചെയ്യുന്ന ഒരു ചാനലായിരിക്കും നമ്മുടെ യൂണിസൺ ഇന്റീരിയേഴ്സ് എന്ന ഈ ചാനൽ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും